എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴമയുടെ അതേ രുചിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന നല്ലൊരു 4 മണി പലഹാരം കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. ഈ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇനി ഇത് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഉരുളിയിലാണ്. എപ്പോഴും അടികട്ടിയുള്ള പാത്രത്തിൽ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഈ ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1.5 കപ്പ് മട്ട അരിയാണ് ഇട്ട് കൊടുത്തത്. ഈ അരി 2-3 വട്ടം ആദ്യം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് അതിന്റെ വെള്ളമൊക്കെ വാരാനായിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. ശേഷം ഉരുളിയിലേക്ക് മാറ്റി ഇതുപോലെ ചെറുതീയിൽ ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിനൊപ്പം തന്നെ ഞാൻ പനങ്കട്ടിയും കൂടി ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പനങ്കട്ടിയോ അതല്ലെങ്കിൽ ശർക്കരയോ ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 4 ഇല്ലെങ്കിൽ ഒരു 3 ആണി ശർക്കരയാണ് ഉപയോഗിക്കേണ്ടത്. പനങ്കട്ടി ഞാൻ എടുത്തിരിക്കുന്നത് 100 ഗ്രാമാണ്. ഇതൊന്ന് ഫുള്ളായിട്ട് ഉരുകി വന്നാൽ മാത്രം മതി. ഉരുകിയ ശേഷം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ വറുത്ത് തുടങ്ങിയിരുന്ന അരിയൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10-14 ഏലക്കയാട്ടോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിയെല്ലാം പാകത്തിനായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെറിയ ജീരകവും ഏലക്കയൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അരികൊണ്ടൊരു ടേസ്റ്റ് ഒന്നും കൂടെ കൂടും കേട്ടോ. പണ്ട് വീട്ടിലാണെങ്കിലും വല്യമ്മച്ചി ചെയ്യുമ്പോൾ മെയിനായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആട്ടോ ഈ ഏലക്കയും ചെറിയ ജീരകമൊക്കെ ചേർത്ത് ചെറിയൊരു മണം വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അരിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പരന്ന പാത്രത്തിലേക്കാട്ടോ മാറ്റുന്നത്. അപ്പം ഒന്ന് തണുത്ത് വരാനാണെങ്കിലും എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റുകയാണ്. ഇനി അതേ ഉരുളിയിലേക്ക് 150 ഗ്രാം അണ്ടിപ്പരിപ്പൂണം ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇതും എപ്പോഴും ചെറുതീയിൽ തന്നെ വെച്ച് വറുത്തെടുക്കുക. ഇതിപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 150 ഗ്രാം നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം. ഈ ചെറുതീയിൽ തന്നെ ഇട്ട് ഇത് രണ്ടും ഒന്ന് കളറ് മാറി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. ഇനി അതേ ഉരുളിയിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ വറുത്തെടുക്കാം. തേങ്ങയൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് വറുത്തെടുത്ത് ചേർക്കുമ്പോൾ അരിയുണ്ടയൊന്നും ഒരു കേടും കൂടാതെ മാസങ്ങളോളം ഇരിക്കും. ഈ തേങ്ങ ഒരുപാട് കളറാക്കി വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് കളറായി വരുന്ന പരുവത്തിൽ ഒന്ന് വറുത്തു പോരാം. ഇപ്പം തേങ്ങ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് തേങ്ങയെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഇതെല്ലാം ചേർത്തൊന്ന് പൊടിച്ചെടുക്കുന്നത്. ഇനി ഇത് പൊടിച്ചെടുക്കേണ്ടത് തീരെ പൊടിയായിട്ട് പോകരുത്. ചെറിയൊരു തരിതരിയായിട്ട് കിടക്കുന്ന പരുവത്തിലാകട്ടോ ഇത് പൊടിച്ചെടുക്കേണ്ടത്. ഇനി ഉരുളി ഒന്നും കൂടെ ചൂടാക്കിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പനങ്കട്ടി ഉരുക്കിയതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പനങ്കട്ടി ഞാൻ ഉരുക്കിയെടുത്തിരുന്നത് ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളത്തിലാണ്. അപ്പോൾ അതിൽ വെള്ളം ഒരുപാട് പറ്റിയിട്ടൊന്നുമില്ല. നമ്മൾ ആ പനങ്കട്ടി ഉരുകിയ ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പൊടിയിൽ നിന്ന് ഒരു 3-4 സ്പൂണ് മാറ്റി വെക്കുന്നുണ്ട് അവസാനം കോട്ടിങ് കൊടുക്കാനായിട്ട്. ബാക്കി പൊടിയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഇപ്പം ഇതിൽ തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നിലക്കടല ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കണ്ട. അല്ലാതെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം ഇതിൻ്റെ വേവൊക്കെ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഉരുളിയിൽ നിന്ന് തന്നെ വിട്ടു പോന്നു തുടങ്ങും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി ഇത് ചെറു ചൂടിൽ തന്നെ ചെറിയ ബോളുകളാക്കി മാറ്റാം. ഏകദേശം ഒരു നെല്ലിക്ക മുഴുപ്പ് വലിപ്പത്തിലാകട്ടോ ഞാൻ ഇതിനെ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എല്ലാത്തിനും മാറ്റാം. ഇനി നമ്മൾ ആദ്യം പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് ചേർത്ത് ഒരു കോട്ടിങ്ങും കൂടെ കൊടുക്കാം. ഈ ഒരു അരിയുണ്ട ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. അപ്പോൾ ഇത് എത്ര നാളുകൾ എടുത്താലും കേടുകൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അരിയുണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.